എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നടത്തത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ ലൈംഗികതയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, ഒരു സ്ത്രീ നടക്കുന്നതിൽ നിന്ന് അവളുടെ ലൈംഗിക അഭിലാഷങ്ങളും രതിമൂർച്ചയെയും പറ്റി അറിയാമെന്നാണ് ഒരു പുതിയ പഠനം പുറത്തുവിടുന്നത്. അതെ, ഈ പഠനം നടന്നിട്ടുള്ളത് തായ്ലാൻഡിൽ നിന്നാണ്. അതെ, ഇതിന് വിധേയരാക്കിയ ചില സ്ത്രീകളുമുണ്ട്. അതിൽ രതിമൂർച്ച അനുഭവപ്പെട്ട ചില സ്ത്രീകളെയും അല്ലാത്തവരെയും വേർതിരിക്കുകയുണ്ടായി. അതിനുശേഷം അവരുടെ നടത്തവും അവരുടെ ശൈലിയും പരീക്ഷിക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അഥവാ ലൈംഗികാഭിലാഷം മുഴുവനായും പൂർത്തിയാക്കിയ അഥവാ രതിമൂർച്ച നേടിയ സ്ത്രീകളുടെ നടത്തം എന്ന് പറയുന്നത് കൂടുതൽ ഉന്മേഷത്തോടെയും അവരുടെ മസിലുകൾ നന്നായി ഇളക്കി കൂടുതൽ കോൺഫിഡൻസോട് കൂടിയായിരുന്നു അവർ നടന്നിരുന്നത്. എന്നാൽ മറുഭാഗം കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞതായും അവർ ഏകപക്ഷീയമായുമായിരുന്നു അവരുടെ നടത്തം. മറ്റു ചിലർ നാണം കുണിഞ്ഞികളെ പോലെ കണ്ണുകൾ താഴോട്ട് നോക്കി മാത്രമായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ലൈംഗിക അഭിലാഷം പൂർത്തിയായവരും രതിമൂർച്ച നേടിയവരും അത് പൂർണ്ണമായും അവരുടെ ശരീരത്തിൽ ഉടനീളം പ്രത്യക്ഷമായിരുന്നു. ശരീരം ഇളക്കിയും അതുപോലെ കണ്ണുകൾ നേരെ നോക്കി ഷോൾഡർ വികസിച്ചും ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്തിയുമായിരുന്നു. അത് കൂടുതൽ ഉന്മേഷത്തോടെയുമായിരുന്നു അവരുടെ ശൈലിയും നടത്തവും. എന്നാൽ ഈ പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഒരു സാധാരണക്കാരന് ഇതുപോലെയുള്ള സ്ത്രീയുടെ നടത്തത്തിൽ നിന്ന് അവൾ ലൈംഗികതയിലൊക്കെയാണോ എന്നുള്ളത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഇതിന് കഴിവുള്ള ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ്. അത് ഇത്തരം സ്ത്രീകൾക്ക് കൂടുതൽ സ്വതന്ത്രബോധവും ഊർജവും അനുഭവപ്പെടുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.